കരുത്തുമായി അക്ഷയ തട്ടികൾ തേടി പുസ്തകം പഠിച്ചവർ നേടിയ വെളിച്ചമോടെ കൂടും ഇവരിൽ ഇരുളടഞ്ഞ പാതയിൽ പൊട്ടി വയ്ക്കും ഇതിരി ഒരുമയെന്നു ചുക്കിനാൽ തണിതുയർന്ന ഈ മതിൽ ഉടച്ചുവാത്ത കാവതില്ല ഏതു ശക്തിയാകിലും അച്ഛനമ്മ ഈശ്വരന് തുല്യമായ പൂജനം ആദ്യത സത്യപാത തിരിവില്ല കാമിനി സത്യധർമ്മ നീതിബോധ സദ്ഗുണങ്ങൾ സകലതും ചേർത്തുവെച്ച് അണിയണിയായി ചേർന്നു നിൽക്കാൻ കൂട്ടരെ കൊള്ളാലോ, എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. സന്തോഷമായി. സ്ഥലവും സാഹചര്യവും അല്പം പരിമിതമാണേ. നേരിട്ട് വന്ന് പേര് പറഞ്ഞ് സ്വീകരിക്കണമെന്നുണ്ട്. അതിനിപ്പോ കഴിയില്ലല്ലോ. അങ്ങനെ തന്നെ സ്വീകരിച്ചെന്ന് കരുതിക്കോണം. അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അറിയാനിട്ട് ചോദിക്കുക, നിങ്ങളൊക്കെ ആരാ? എന്താ ഇവിടെ ഇങ്ങനെ ഒരു കൂടി വരവ്? ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. അത് പഠനോത്സവമായി വന്നതാ. അത് സ്കൂളിലല്ലേ? അതിന് നാട്ടിൽ വന്നത് ആണല്ലോ. എന്നാൽ പഠനം ആഘോഷമാക്കിയത് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കാട്ടാൻ ഞങ്ങൾ നാട്ടിലോട്ടിറങ്ങി. ഞങ്ങൾക്കുള്ളവരെ കണ്ട് സന്തോഷം പങ്കുവയ്ക്കാൻ മക്കളെ, പുസ്തക സഞ്ചി കൂടാതെ എന്തിനാ വേറൊരു സഞ്ചി? ഇതെന്താ ഇതില്? നിങ്ങൾ സ്കൂളിലേക്കല്ലേ? ആണ് ചേട്ടാ, ഞങ്ങൾ സ്കൂളിലേക്കാ. ഇത് പൊതിച്ചോറാ. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മെഡിക്കൽ കോളേജിലും RCCയിലും ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇത്. ഇത് കൊള്ളാലോ. ആട്ടെ മക്കളെ, ഇങ്ങനെയൊന്ന് തോന്നാൻ എന്താ കാര്യം? ഞങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങളിൽ വിശപ്പിന്റെ വേദന പേറുന്നവരുടെ കഥകൾ ധാരാളമുണ്ട്. ഇതുകൂടാതെ അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ കരുതലുമുണ്ട്. മനുഷ്യന് മാത്രമല്ലേ ഈ ഒരു തിരിച്ചറിവ് ദൈവം നൽകിയിട്ടുള്ളൂ. പുതുതലമുറയുടെ കാഴ്ചയും കാഴ്ചപ്പാടും എത്രയോ വലുതാണ്. ഈ തലമുറയെ പറ്റി നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മക്കളെ, സ്കൂളിലേക്ക് പൊയ്ക്കോ. ശ്രദ്ധിച്ചു പോകണം. മോളെ, കളയാതെ ശ്രദ്ധിക്കണം. നേരെ ടീച്ചറിന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കണം. ശരി അച്ഛാ, ശ്രദ്ധിച്ചോളാം. എന്താ അച്ഛനും മോളും കൂടി ഒരു കച്ചവടം, അതും വഴിയരികിൽ? അവളുടെ സ്കൂളിൽ ചെങ്ങാതിക്ക് ഒരു കൈത്താങ് എന്നൊരു പദ്ധതിയുണ്ട്. സഹപാഠികൾക്ക് രോഗം വന്നാൽ ചികിത്സാ സഹായവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നൽകുന്ന സഹായവും ഒക്കെയാണത്. അതിനൽപ്പം സഹായം കൊടുത്തു വിട്ടതാ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉത്തമ മാതൃകകൾ, അതും പൊതുവിദ്യാലയങ്ങളിൽ നിന്നും. ഇത് നാടിന് വലിയ പ്രതീക്ഷയാണ്. ചേർന്നു വരുമ്പോൾ നന്മകൾ നിറയും നദിയാകാം. അവയുടെ
കടലിൻ കടലാകാം. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഒരുപാട് സാഹിത്യകാരന്മാരുടെ അറിവും ചിന്തയും സർഗവാസനകളും ഒന്നിച്ചു ചേർന്നതാണ്. നിങ്ങൾക്കും കഴിയില്ലേ ഇതുപോലെ കഥയും കവിതയും ഒക്കെ എഴുതാൻ? നമുക്കും ഒന്ന് എഴുതിയാലോ? നമുക്കൊന്ന് എഴുതിയാലോ? ഞങ്ങളും എഴുതി കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, കടങ്കഥകൾ. ഞങ്ങളും വരച്ചു ചിത്രങ്ങൾ, കാർട്ടൂണുകൾ, കാരിക്കേച്ചറുകൾ. അങ്ങനെ 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 എഴുത്തിന്റെ ലോകത്തിൽ ഞങ്ങളും എത്തി. ഈ ക്ലാസ് റൂമുകളാണ്, ഈ അധ്യാപക ശ്രേഷ്ഠന്മാരാണ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ്. നമ്മുടെ പിന്തുണയും പിൻബലവും. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് കാൽപ്പനികതയിലെയും സങ്കല്പങ്ങളുടെയും അക്ഷയ ഖനികൾ തേടി സഞ്ചരിക്കാൻ പഠിപ്പിച്ചതും അതിന് വേദിയൊരുക്കിയതും ഞങ്ങളുടെ വിദ്യാലയം. പ്രോത്സാഹനങ്ങളും പ്രചോദനവും നൽകി ഞങ്ങൾക്കൊപ്പം. നിങ്ങളെയൊക്കെ കാണുമ്പോൾ ദേശീയതയുടെയും ദേശസ്നേഹത്തിന്റെയും അലയടികൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. അറിയാതെ പറഞ്ഞു പോകുന്നു വന്ദേ. മോൻ ഏത് സേനയിലാ? NCC. മോളോ? SPC, മോനോ? നേവി. മോളേതാ? സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. നിങ്ങളുടെ സ്കൂളിൽ ഇതെല്ലാം ഉണ്ടോ? ഉണ്ട്. എന്തിനാ ഈ സേനകൾ പൊതുവിദ്യാലയങ്ങളിൽ രൂപപ്പെടുന്നതെന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? അച്ചടക്കവും പൗരബോധവും ദേശസ്നേഹവുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ, അതിലൂടെ ഒരു നല്ല ജനതയെ ഉണ്ടാക്കാൻ. ഈ സേനകൾ കൂടാതെ സന്നദ്ധ സേനയും NSSഉം റെഡ് ക്രോസും ഒക്കെ അച്ചടക്കവും വൃത്തിയും ക്രമീകരിക്കാൻ സ്കൂളിലുണ്ട്. എത്ര പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ! നമ്മുടെ ഭാവി തലമുറ കരുത്തോടെ, അനുസരണയോടെ, അച്ചടക്കത്തോടെ, ജനാധിപത്യ മതേതര ബോധത്തോടെ വളരട്ടെ. പൊതുവിദ്യാലയങ്ങൾ അതിനാണ് വഴിയൊരുക്കുന്നത്. എന്നാലും മക്കളെ, ഒന്നുണ്ട്, ഇന്ന് അടുത്തു വാ. നന്മയെ തകർക്കാൻ തിന്മയുടെ ശക്തികൾ പതിയിരിപ്പുണ്ട്. കരുതലോടെ വേണം ജീവിക്കാൻ. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരികൾ ഇവ പല രൂപത്തിലാക്കി വിറ്റഴിച്ച് ചില കഴുകന്മാർ നമുക്ക് ചുറ്റും പതിയിരിക്കുന്നത് മറക്കരുത്. കാവിലത്തിൽ പാട്ടുകൾ കേട്ടും കണ്ടും പാടുന്നു ചെല്ലല്ലേ, കാട്ടിലുണ്ടു പാടുന്നിരിക്കും, പാടുണ്ടു പഠിച്ചു പരിക്കും. കണ്ണു വേണം ഇരുപുറമെപ്പോഴും, കണ്ണു വേണം മുകളിൽ താഴെ, കണ്ണിനുള്ളിൽ കത്തി ജ്വലിക്കുമ്പോൾ കണ്ണു വേണം അണയാത്ത കണ്ണ്.
മത്സരത്തിലും നാടക മത്സരത്തിലും കിട്ടിയതാണ് ഈ ട്രോഫി. കൂടാതെ സ്കൂളിന് ധാരാളം സമ്മാനങ്ങളുമുണ്ട്. വലിയ സന്തോഷം. എന്റെ കുഞ്ഞിന് എന്തുമാത്രം അവസരങ്ങളാണ് കിട്ടുന്നത്. അതെ, ശാസ്ത്രം, ഗണിതശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT മേള, കൂടാതെ കലോത്സവങ്ങൾ, ഇവയ്ക്കെല്ലാം നമ്മുടെ സ്കൂളിന് ഓവറോൾ ട്രോഫികൾ. എന്തെങ്കിലും അവസരങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ നമുക്ക് നൽകുന്നത്. സംസ്ഥാന തലം വരെ കിട്ടിയ ട്രോഫികളിൽ ചിലത് എന്റെ കൂട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. പഠനത്തോടൊപ്പം കുട്ടികളിൽ അറിവും അനുഭവവും ജ്ഞാനവും വിജ്ഞാനവും സാഹിത്യ കല അഭിരുചികളും വളർത്താനും വളരാനും പൊതുവിദ്യാലയങ്ങൾ കാട്ടുന്ന ശ്രദ്ധ വളരെ വലുതും മികച്ചതും അഭിനന്ദനാർഹവുമാണ്. ഇവയെല്ലാം ഒത്തുചേരുന്ന സംഗമഭൂമിയാണ് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 83 വർഷം പ്രായമുള്ള വിദ്യാലയ മുത്തശ്ശി.